എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു 1 ആക്ട് പ്ലേ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതിനാണ്? സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ PYQs ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മോഡൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ ഫസ്റ്റ് ചോദ്യം നോക്കിക്കോളൂ. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബ്രദർഹുഡ് ഈസ് ഡിസപ്പിയറിംഗ് ഫ്രം ദ സൊസൈറ്റി. In the hour of truth, we find Mr. Baldwin, who is not willing to give up his friend Mr. Gresham during a crisis. What is your opinion about the importance of friendship? ഓക്കെ, നമുക്കറിയാം ഇന്നത്തെ സൊസൈറ്റിയിൽ ഫ്രണ്ട്ഷിപ്പ്, ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. ദെൻ അപ്പോൾ ഈ ഒരു അവർ ഓഫ് ട്രൂത്തിൽ നമുക്ക് മിസ്റ്റർ ബാൽവിൻ്റെയും മിസ്റ്റർ ഗ്രഷാമിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കാണുന്നുണ്ട്. സോ അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ, സൗഹൃദത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയനിൽ എന്താണ് ഒരു ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഓൺ ദ ഈവ് ഓഫ് മിസ്റ്റർ ഗ്രഷാംസ് ട്രയൽ മിസ്റ്റർ ബാൽവിൻ വിസിറ്റഡ് ഹിം, റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അതായത് മിസ്റ്റർ ഗ്രഷാമിനെ വിചാരണയ്ക്ക് ട്രയൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു തലേ ദിവസം, ഓക്കെ, അന്ന് ഈവനിങ്ങിൽ എന്ത് ചെയ്യാണ്, ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാണ്. സോ അന്നേരം ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, മിസ്റ്റർ ഗ്രഷാമും മിസ്റ്റർ ബാൽവിനും ഇടയിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം. ഓൾ ഓഫ് മൈ പാസ്റ്റ് വുഡ് റൈസ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് മീ ഇൻ ദ ഫേസ്. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് റോബർട്ട് ബാൽവിൻ വിത്ത് റിഗാർഡ് ടു ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പല എക്സാമിനേഷൻസിനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബാൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇനി ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സേ എക്സാമിന് മാത്രമല്ല പല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് എക്സ്പോസ് പവർഫുൾ ലെസൺസ് അബൌട്ട് ട്രൂത്ത്. You are told to introduce the play to a group of audience on the occasion of your school festival. Prepare the script of comparing. ഓക്കെ, ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ഈ ഒരു അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു നാടകം ഒരു ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ്, കോമ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു പ്ലേനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ അതിനകത്ത് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, പിന്നെ ജനറലായിട്ട് ഓണസ്റ്റിനെ പറ്റിയിട്ടും ട്രൂത്തിനെ പറ്റിയിട്ടുള്ള തീംസൊക്കെ ആണല്ലോ ഇതിനകത്ത് മെയിൻലി വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്, ഓണസ്റ്റി വരുന്നുണ്ട്, ട്രൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ടും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെയും കുറച്ച് ചോദ്യങ്ങളൂടെ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ചോദ്യം. As the reporter of the BBC News, you are present at the court during the time of Gresham's trial. Give a live TV report regarding the trial. ഗ്രഷാമിൻ്റെ ആ ഒരു ട്രയൽ നടക്കുന്ന അത് ലൈവ് TV റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അടുത്ത. മിസ്റ്റർ ഗ്രഷാം, ദ ഓണർ ഓഫ് ദ ബാങ്ക്, ഹാസ് ബീൻ അറസ്റ്റഡ് ഫോർ മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. ദ മീഡിയ റിപ്പോർട്ടഡ് ദിസ് ന്യൂസ്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ദി ഇൻസിഡൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചോദ്യമാണ്. ഇത് പല രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ആ ഒരു ബാങ്ക് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ആ ബാങ്കിലൊരു ക്രമക്കേട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണ് പല ക്വസ്റ്റ്യൻസിലും അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാറുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും. ഓക്കെ, സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം നമുക്ക് എവിടെയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിക്കൊള്ളാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത്. ആസ് ദ ഡയറക്ടർ ഓഫ് ദ പ്ലേ, പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് എൻ ഇൻട്രൊഡക്ടറി അനൗൺസ്മെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അതായത് ഈ ഒരു പ്ലേ, ഈ ഒരു നാടകം നിങ്ങൾ ഇംഗ്ലീഷ് ക്ലബ്ബ് സ്കൂളിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു നാടകത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻട്രൊഡക്ടറി അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ എഴുതിയ ആ ഒരു മെത്തഡോളജിയിൽ നമ്മൾ എഴുതിയാൽ മതി. അനൗൺസ്മെൻറ്റിൻ്റെ രീതിക്ക് വേണം നമ്മളിവിടെ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അനൗൺസ്മെൻറ്റ് ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് നമ്മളിവിടെ എഴുതിയാൽ മതി. എവിടെ നമ്മൾ ഈ ഒരു പ്ലേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം. ആൻ ഓണസ്റ്റ് ആൻഡ് വിർച്വസ് മാൻ വിൽ ബി റിവാർഡഡ് ബൈ ഗോഡ് ഇൻ ദ എൻഡ് ഈസ് എ മോറൽ ഓഫ് ദ അവർ ഓഫ് ട്രൂത്ത്. അല്ലേ, ഈ അവർ ഓഫ് ട്രൂത്തിൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സത്യസന്ധമായിട്ടും നന്മയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവസാനം എന്തായാലും അങ്ങനെ സത്യസന്ധനായി നിൽക്കുന്ന വ്യക്തിയുടെ കൂടെയാണ് ദൈവം. അല്ലെ, ദൈവം ഉറപ്പായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രതിഫലം കൊടുക്കും എന്നുള്ളതാണല്ലോ ഈ ഒരു പ്ലേയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന തീം.
പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ടു ബി പബ്ലിഷ്ഡ് ഇൻ ദ സ്കൂൾ മാഗസീൻ ഓൺ ദ നീഡ് ഓഫ് ടോട്ടൽ ഓണസ്റ്റി ഇൻ ലൈഫ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നോക്കിക്കേ, ടോട്ടൽ മീൻസ് ഓണസ്റ്റിനെ പറ്റിയിട്ട്, നമ്മുടെ ലൈഫിൽ ഓണസ്റ്റി, ഓക്കെ, സത്യസന്ധമായി നിൽക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഹെഡിങ് കൊടുക്കുക ആൻഡ് മാർക്കിനനുസരിച്ച് പാരഗ്രാഫ് തിരിച്ച് എഴുതി കൊടുക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓണസ്റ്റി റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. മേ ബി നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ചോദ്യം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫ്രണ്ട്ഷിപ്സ് ആസ് പ്രസൻറ്റഡ് ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് ആൻഡ് ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത്. അതായത് അമിഗോ ബ്രദേഴ്സിന് നല്ലൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ കാണുന്നുണ്ട്, ആൻഡ് അവർ ഓഫ് ട്രൂത്തിലും ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫ്രണ്ട്ഷിപ്സിനെ തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേ മീൻസ് ഇതിൻ്റെ എന്താണ് ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു, എൻഡിങ് എങ്ങനെയായിരുന്നു. തുടക്കത്തിൽ എന്താണ്, ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ടെൻസ്ഡായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു നാടകം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. മീൻസ് ബാൽവിൻ ഗ്രഷാമിനെ കാണാൻ പോയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, എന്താണ് സംഭവം എന്നുള്ളത് അറിയാതെ അല്ലേ. ദെൻ ഓൾസോ എൻഡിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു സത്യസന്ധനായ മീൻസ് ബാൽവിൻ്റെ ആ ഒരു ഓണസ്റ്റി ജയിക്കുന്നതാണ് അവിടെ എൻഡിൽ വരുന്നത് അല്ലേ. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു റിവാർഡ് കിട്ടുന്നു, ആ ഒരു ഉയർന്ന ജോലിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് നമ്മളവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി വെൻ ദേ കെയിം ടു നോ അബൌട്ട് ദ എമൗണ്ട് ഓഫ് ദ ബ്രൈബ്. അതായത് ഈ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. നിങ്ങൾ ആ ഒരു പ്ലേ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു എന്താണ് പൈസ എമൗണ്ട് എത്രത്തോളമാണ് എന്ന് അറിഞ്ഞപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു ആറ്റിറ്റ്യൂഡിൽ വലിയൊരു വ്യത്യാസം തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവിടെ എഴുതാനായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലും കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഓരോ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട്, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി നിങ്ങൾ വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം കൂടുതലും ഈ ഒരു 1 വേർഡ് സെക്ഷനിലും 2 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും റാൻഡമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് അതെന്തുകൊണ്ട് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു പ്ലേ വലിയ ഒരു പ്ലേ ആണ്, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് മടിയാണ് അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടോ എങ്ങനെയായാലും ആ സമ്മറി ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കണ്ടൻറ് എന്താണ്, ആ കഥ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി വായിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മിസ്റ്റർ ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് മസ്റ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകാൻ വേണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ദെൻ ഇനി നമ്മൾ നേരത്തെയും കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്, അതൊരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇനിയും മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് തരാനും മറന്നു പോകരുത് കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു.